ലാപ്ടോപ്പ് യൂസ് ചെയ്യുന്ന എല്ലാവരും എന്താ അതിങ്ങനെ ഒരു സ്ക്രീൻ കണ്ടിട്ടുണ്ടാവും. ഈ സാധനം വന്നു കഴിഞ്ഞാൽ മിക്കവാറും നമ്മുടെ ഡാറ്റ ഫുള്ള് അങ്ങ് അടിച്ചു പോവും. ഇതെന്താ സംഭവം നോക്കാം. ഇത് ആക്ച്വലി ഒരു ബിറ്റ് ലോക്കർ എൻക്രിപ്ഷൻ ആണ് കേട്ടോ. അതായത് 11th ജനറേഷന് ശേഷം വന്ന ഓൾമോസ്റ്റ് എല്ലാ ലാപ്ടോപ്പുകളിലും ഈ ഡിവൈസ് എൻക്രിപ്ഷൻ ഉണ്ട്. ആൻഡ് ഇതിൻ്റെ ഉദ്ദേശം എന്താ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒബ്വിയസ്ലി ഡാറ്റ മോഷണം പോകാതിരിക്കാനാണ്. അതായത് നമ്മുടെ ലാപ്ടോപ്പിനകത്തുള്ള ഹാർഡ് ഡിസ്കോ SSDയോ അഴിച്ച് മറ്റൊരു ലാപ്ടോപ്പിലോ CPU കണക്ട് ചെയ്ത് അതിനകത്തുള്ള ഡാറ്റ റീഡ് ചെയ്യാനും ഡാറ്റ കോപ്പി ചെയ്തെടുക്കാനും പറ്റും. ആ സിറ്റുവേഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് മാനുഫാക്ചേഴ്സ് എസ്പെഷ്യലി ഇൻ്റലിൻ്റെ സൈഡിൽ നിന്ന് വന്ന ഒരു ഡിവൈസ് എൻക്രിപ്ഷനാണ് RST എന്നുള്ളത്. അപ്പോൾ ഇതൊരു പ്രൊട്ടക്റ്റീവ് ലെയർ ആണ്, പക്ഷേ ചില സമയത്ത് നമുക്ക് പണി കിട്ടാറുണ്ട്. കാരണം ഇത് വർക്ക് ചെയ്യുന്ന ഡിവൈസ് ID വെച്ചിട്ടാണ്. അതായത് നമ്മുടെ ബയോസിനും ബോർഡിനും ഒക്കെ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള IDs ഉണ്ടാവും. ആൻഡ് ചില സമയത്ത് ഈ ID മിസ്മാച്ച് വരാം. ബയോസ് ക്ലിയർ ആയി പോവുക അല്ലെങ്കിൽ ഫുൾ ചാർജ് തീർന്ന് ഓഫായി പോകുന്ന സിറ്റുവേഷനിലൊക്കെ മിക്കവാറും ഈ IDs മിസ്മാച്ച് വരും. അപ്പോൾ സ്വാഭാവികമായിട്ടും ലാപ്ടോപ്പ് വിചാരിക്കും നമ്മുടെ ഹാർഡ് ഡിസ്കോ SSDയോ അഴിച്ച് വേറൊരു ഡിവൈസിൽ കൊണ്ട് പ്ലഗ് ചെയ്തേക്കുന്നതായിരിക്കും. അത് ഐഡൻറ്റിഫൈ ചെയ്യുന്നത് എങ്ങനെയാണ്? ബയോസിനകത്തോ അല്ലെങ്കിൽ ബോർഡിനകത്തോ ഉള്ള ഒരു ID റീഡ് ചെയ്തിട്ടാണ്. അപ്പോൾ ഇത് ക്ലിയർ ആയി പോയി കഴിഞ്ഞാൽ എസ്പെഷ്യലി വിൻഡോസ് എന്ത് വിചാരിക്കും? ഇത് വേറെ ഡിവൈസിൽ പ്ലഗ് ചെയ്ത് തന്നാന്ന് വിചാരിക്കും. സോ അങ്ങനെ ഒരു മിസ്മാച്ച് വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി വരുന്നതാണ് ഈ ഒരു സ്ക്രീൻ. അതിതെങ്ങനെ ഫിക്സ് ചെയ്യാം? ആക്ച്വലി രണ്ട് രീതിയിൽ ഫിക്സ് ചെയ്യാം. ഒരു മൈക്രോസോഫ്റ്റ് അക്കൗണ്ട് വെച്ച് ഡിവൈസിൽ എപ്പോഴും ലോഗിൻ ചെയ്ത് വെക്കുക. അതായത് നമ്മൾ ഫസ്റ്റ് ടൈം ഒരു ലാപ്ടോപ്പ് വാങ്ങുമ്പോൾ മസ്റ്റായിട്ടും ഒരു മൈക്രോസോഫ്റ്റ് അക്കൗണ്ട് ലോഗിൻ ചെയ്തിടാം. പിന്നീട് എപ്പോൾ വേണമെങ്കിലും ഈ സ്ക്രീൻ വരാം. ഈ സ്ക്രീൻ വന്നു കഴിഞ്ഞാൽ നമ്മുടെ മൈക്രോസോഫ്റ്റ് അക്കൗണ്ടിൽ നിന്ന് ബിറ്റ് ലോക്കർ കീ ഫെച്ച് ചെയ്തെടുക്കാൻ പറ്റും. ഒരു 48 ഡിജിറ്റുള്ള കുറച്ച് നമ്പേഴ്സ് ആയിരിക്കും. അതിവിടെ ഫീഡ് ചെയ്തുകൊണ്ട് നമുക്ക് ഈ സ്ക്രീൻ അൺലോക്ക് ചെയ്യാം. അല്ലെങ്കിൽ ലാപ്ടോപ്പ് കിട്ടുമ്പോൾ തന്നെ ഡിവൈസ് എൻക്രിപ്ഷൻ ഓഫ് ചെയ്തിട്ടാൽ മതി. നമുക്ക് സെറ്റിങ്സ് ചെയ്ത് ഡിവൈസ് എൻക്രിപ്ഷൻ ഇതുപോലെ സെർച്ച് ചെയ്തെടുത്ത് ഓഫ് ചെയ്തിടാൻ പറ്റും. പിന്നീട് ഈ പറഞ്ഞ ഡാറ്റ പ്രൊട്ടക്ഷൻ ലെയറും നമുക്ക് കിട്ടില്ല, പക്ഷേ ഈ ഒരു ബ്ലൂ സ്ക്രീൻ വരുന്നത് നമുക്ക് മാറ്റാൻ പറ്റും. ആൻഡ് ഇതുള്ള കണ്ടൻറ്റുകൾ കിട്ടാനായിട്ട് ഒന്ന് ഫോളോ ചെയ്ത് വെച്ചേക്കുക. ഫോളോ ഫോർ മോർ.